പാത 66 ബന്ധപ്പെട്ട് അതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളിലെ അശാസ്ത്രീയമായ പലതും നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് ചാവക്കാട് നഗരസഭയെ സംബന്ധിച്ച് ഒരുപാട് ബുദ്ധിമുട്ടുകൾ നാളിതുവരെ നേരിട്ടിട്ടുണ്ട്. ഇന്നലെ രാത്രിയാണ് ഈ വിശ്വനാഥ ക്ഷേത്രത്തിന് സമീപമുള്ള മേൽപ്പാലത്തില് വിള്ളല് രൂപപ്പെട്ടതായി അറിയാനായിട്ട് സാധിച്ചത്. തീർച്ചയായിട്ടും ശിവാലയ എന്ന കമ്പനിയാണ് ഈ വർക്ക് ഏറ്റെടുത്തിരിക്കുന്നത്. ഈ വർക്കിലുണ്ടായിട്ടുള്ള അപാകത ചൂണ്ടിക്കാണിച്ച് നമ്മൾ കളക്ടർക്ക് പരാതി കൊടുക്കും. അത് വളരെ അടിയന്തരമായി പരിഹരിച്ച് പോകണം എന്ന് തന്നെയാണ് സൂചിപ്പിക്കാനുള്ളത്. ഇതിനു മുമ്പ് തന്നെ ഈ നിർമ്മാണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് പല റോഡുകളും അതിന്റെ എൻട്രൻസ് ഒക്കെ തന്നെ കേടുപാടുകൾ സംഭവിക്കുകയും കൂടാതെ വാട്ടർ അതോറിറ്റിയുമായി ബന്ധപ്പെട്ട് പൈപ്പുകളൊക്കെ തന്നെ പൊട്ടി കുടിവെള്ളം കൃത്യമായി ലഭ്യമാകാത്തൊരു സാഹചര്യവും നിലവിലുണ്ട്. കൂടാതെ പല വീടുകളിലേക്കും വെള്ളം ഇറങ്ങിച്ചെന്ന് വലിയ ബുദ്ധിമുട്ടുകളാണ് ജനം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ MLAയോട് സൂചിപ്പിക്കുകയും ഈ ശിവാലയ കമ്പനിയുടെ പ്രൊജക്ട് എഞ്ചിനീയറുമായി നിരന്തരം ബന്ധപ്പെടുകയും നമ്മൾ ചെയ്യാറുണ്ട്. അപ്പൊ ഇന്നലെ ബഹുമാനപ്പെട്ട MLA ബഹുമാനപ്പെട്ട കളക്ടറോട് നിർദ്ദേശിച്ചതനുസരിച്ച് ശിവാലയ കമ്പനിയെ നേരിട്ട് വിളിപ്പിച്ച് കാര്യങ്ങൾ ധരിപ്പിക്കുകയൊക്കെ ചെയ്തിരുന്നു. അതിനുശേഷമാണ് നമ്മൾ വൈകുന്നേരം ഈ പാലത്തിലെ ഈ വിള്ളല് കണ്ടതായിട്ട് അറിഞ്ഞത്. എന്തായാലും ഈ നിർമ്മാണ പ്രവർത്തനങ്ങളിലെ അപാകതകള് കൃത്യമായും പരിഹരിച്ചുകൊണ്ട് പോകാൻ കമ്പനിക്ക് നിർദ്ദേശം നൽകാൻ ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർക്ക് ഒരു നിവേദനം നൽകാൻ നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട്. വളരെ അടിയന്തരമായി ജനങ്ങളുടെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ജനങ്ങൾക്ക് ഉണ്ടാകുന്ന എല്ലാ ബുദ്ധിമുട്ടുകളും പരിഹരിക്കുന്ന രീതിയിൽ പ്രശ്ന പരിഹാരത്തിന് നേതൃത്വം നൽകും. അവിടെ ഇപ്പൊ മലപ്പുറത്തൊക്കെ ഉണ്ടായ പോലെ തന്നെ ജനങ്ങളൊക്കെ തന്നെ വളരെ ഭീതിയിലാണ് ഇപ്പൊ ഉള്ളത്. കമ്പനിയുടെ അധികൃതർ വന്ന് അവിടെ വിള്ളല് മാറ്റുന്നതിന് ആവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്നുണ്ട്. എന്തായാലും ഈ നിർമ്മാണ പ്രവർത്തനങ്ങളിലുള്ള അപാകതകൾ അടിയന്തരമായി പരിഹരിക്കണം എന്ന് തന്നെയാണ് ചാവക്കാട് നഗരസഭയ്ക്ക് വേണ്ടി സൂചിപ്പിക്കാനുള്ളത്. മേഡം, നിലവിൽ ഈ വിള്ളലിന് മുകളിൽ ഇങ്ങനെ ടാറിട്ട് അത് അടയ്ക്കുന്നതിലൂടെ തന്നെ ഒരു ശാശ്വത പരിഹാരമാകുന്നില്ലല്ലോ മറ്റു പ്രദേശങ്ങളിൽ, അല്ലെങ്കിൽ അപ്പോൾ അക്കാര്യങ്ങളൊക്കെ ആവശ്യപ്പെടുന്നുണ്ടോ? എങ്ങനെയാണ് അതുമായി ബന്ധപ്പെട്ട്? അതൊരു ശാശ്വത പരിഹാരമായിട്ട് നമുക്ക് തോന്നുന്നില്ല. അത് കൃത്യമായിട്ടും നല്ല രീതിയിൽ തന്നെ പരിഹരിച്ചു പോകണം എന്ന് തന്നെയാണ് നഗരസഭയ്ക്ക് വേണ്ടിയിട്ട് പറയാനുള്ളത്. ഈ കമ്പനിയുടെ ഭാഗത്തു നിന്നുള്ള ഒരു സമീപനം എങ്ങനെയായിരുന്നു? കമ്പനിയുടെ ഭാഗത്തു നിന്ന് വളരെ നിസ്സംഗമായ രീതിയിലാണ് അവരെല്ലാ കാര്യങ്ങളെയും നേരിടാറ്. നമ്മൾ ഇതിനു മുമ്പ് തന്നെ പല പ്രശ്നങ്ങളും അവരുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയും ഒക്കെ ചെയ്യാറുണ്ട്. പക്ഷെ അവര് അത്ര നല്ലൊരു സമീപനമല്ല സ്വീകരിക്കാറ്. നാളിതുവരെ അങ്ങനെ സ്വീകരിച്ചിട്ടില്ല. ഇപ്പൊ അടിയന്തരമായിട്ട് നമുക്ക് MLA പലതവണ ഇതുമായി ബന്ധപ്പെട്ട് മീറ്റിങ്ങുകൾ വിളിക്കാറുണ്ട്. പക്ഷെ വിള്ളൽ ഇപ്പൊ രൂപം കൊള്ളുന്നത് ആദ്യമായിട്ടാണ്. പക്ഷെ ഇവരുടെ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ഒട്ടനവധി അപാകതകൾ നമ്മൾ ചൂണ്ടിക്കാണിക്കുകയും അത് പരിഹരിക്കുന്നതിന് പലതവണ ഈ NHAയുടെ ആളുകളും അതുപോലെ തന്നെ ശിവാലയ കമ്പനിയുടെ ആളുകളും ഒക്കെ ചേർന്നിട്ടുള്ള ഒരുപാട് യോഗങ്ങൾ ഇതിനു മുന്നോടിയായി തന്നെ നടന്നിട്ടുണ്ട്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.